വെൽക്കം ബാക്ക് ടു മൈ കറി വേൾഡ് വിത്ത് ലവ്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. ബിരിയാണി റെസിപ്പി പലതരത്തിലുള്ള ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ടല്ല, എന്നാൽ ഇത് മാഞ്ഞാലി ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി. ഇത് സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് കേട്ടോ. ഇതിൻ്റെ റൈസ് വേറെ, ചിക്കൻ ഗ്രേവി വേറെ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. സാധാരണ ബിരിയാണികളിലെ പോലെ മസാല ഒന്നിച്ച് വെച്ച് ദമ്മി ചെയ്തിട്ടല്ല ഈ ബിരിയാണി ചെയ്യുക. റൈസ് സെർവ് ചെയ്യുന്നത് സെപ്പറേറ്റ്, ചിക്കൻ മസാല സെർവ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആണ്. ഇതിന് സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. ആ മസാല പൊടിക്കുന്നതും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ ഫുള്ളായി കണ്ട് അതിൽ പറയുന്ന ഓരോരോ ഇൻസ്ട്രക്ഷൻസും കറക്റ്റായി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതേ ടേസ്റ്റിലുള്ള ബിരിയാണി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല, സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഒരു 750 ഗ്രാംസ് ചിക്കനാണ് കേട്ടോ. 750 ഗ്രാമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ചിക്കനാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റെസിപ്പിയിൽ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ച് എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 750 ഗ്രാംസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി അവസാനം ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് വീണ്ടും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ്. അപ്പോൾ അതിലുള്ള എല്ലാ പോയ്സൺസും പോകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചിക്കൻ സാധാരണ കഴുകാറത്. ഒരു 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചിക്കൻ വൃത്തിയായി കഴുകുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ കുറച്ച് നേരം നമുക്ക് ഇതെല്ലാം പെരട്ടി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം, അങ്ങനെ അരമണിക്കൂർ നേരം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ചിക്കനിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് അതിനനുസരിച്ച് എരിവിന് നോക്കിയിട്ടാണ് നമ്മൾ ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് ഒരു അരമുറി നാരങ്ങ നീര്, അതായത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനീഗർ, ഇനി രണ്ടുമില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി ചേർത്ത് കുഴച്ച് ഏകദേശം 1 മണിക്കൂർ നേരം നമുക്ക് പുറത്താണെങ്കിൽ വെക്കണം. അല്ല വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഞാനിപ്പോൾ അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് ഇത് കയറ്റി വെക്കുകയാണ്. നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് അതിൽ നന്നായി പെരട്ടി ഇരിക്കട്ടെ, മുളകും എല്ലാം അതിൽ ചേരട്ടെ. ഇതിനു മുൻപ് ഞാൻ തലശ്ശേരി ബിരിയാണി ഇട്ടിരുന്നു. ഇത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. അതിൽ ഞാൻ തലശ്ശേരി ബിരിയാണി മസാലയുടെ പൊടിയും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതിൽ വീഡിയോയിലുണ്ട്. എല്ലാവരും കണ്ടു നോക്കണം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അരമണിക്കൂറിന് ശേഷം ഞാനൊരു സ്റ്റീൽ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ചിക്കൻ നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ആവശ്യത്തിന് ഏകദേശം ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ചേർത്തിരിക്കണം. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ചിക്കൻ ആദ്യം നമുക്ക് ഇതുപോലെ എടുത്ത് വേവിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കുന്നത്, ചിക്കൻ മസാല തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അതാണ് മാഞ്ഞാലി സ്റ്റൈൽ. ഇപ്പോൾ ഏകദേശം നമുക്ക് ചിക്കൻ ഒരു 85% നമുക്ക് കുക്ക് ചെയ്ത് കിട്ടണം. അതിന് ശേഷമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട, പിന്നെ ഒരു 3-4 ഗ്രാമ്പു, പിന്നെ ചെറുതായതുകൊണ്ട് 2 തക്കോലം, വലുതാണെങ്കിൽ 1 മതി, 1 ജാതിപത്രി, പിന്നെ 4-5 ചെറിയ ഏലക്കായ്. ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിലേക്ക് വേണ്ടത് 1.5 ടീസ്പൂണാണ് കേട്ടോ. 1.5 ടീസ്പൂണോളം വരുന്ന പെരിഞ്ജീരകവും നമുക്ക് വേണം. ഇത് വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇത് നന്നായി പൊടിച്ചിങ്ങോട്ട് എടുത്താൽ മതി. നമുക്ക് ഇടികല്ല് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊക്കെ നന്നായി പൊടിച്ചെടുക്കുന്നത് ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂണോളം ഉണ്ട് അതിൻ്റെ കണക്ക്. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഒരു 85% 90% കുക്കായിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചിക്കൻ നമുക്ക് ഇതിന്ന് കോരി മാറ്റണം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പം ഞാൻ ഇതിന്ന് ചിക്കൻ മാത്രമായിട്ട് കോരി മാറ്റുകയാണ് കേട്ടോ. നമുക്ക് ഗ്രേവി തനിയെ ചിക്കൻ തനിയെ ആക്കിയിട്ട് മാറ്റി വെച്ച് ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട്. അത് വറുത്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് നേരം ചിക്കൻ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആവണം. കാരണം നമ്മൾ 85% കുക്കായിട്ടുണ്ട്. ബാക്കിയുള്ള പെർസെൻറ്റേജ് നമുക്ക് ആ എണ്ണയിൽ കിടന്ന് നമുക്ക് ഫ്രൈ ആക്കി കിട്ടണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രേവി മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഗ്രേവി ഒരു വേറെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് സവോളയും അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെ വറുക്കേണ്ടതെന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മുൻപുള്ള ബിരിയാണി വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. പിന്നെ എല്ലാവർക്കും അത് അറിയുന്നതായിരിക്കും അല്ലേ.
ഇപ്പം ഞാൻ ചിക്കൻ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അത്രേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള കുക്കിംഗ് എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതേ വേവിച്ച ചിക്കൻ തന്നെ നമ്മൾ വെള്ളമില്ലാണ്ട് നമ്മളിതിലേക്ക് ഇടുന്നു. അത്രേ ആവശ്യമുള്ളൂ. അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ചിക്കനിലേക്കൊക്കെ നന്നായി ഉപ്പ് പാകത്തിനായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എല്ലാ ചിക്കൻ പീസുകളും വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇതേ എണ്ണയിൽ നിന്ന് ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എണ്ണ അവിടെയുണ്ട്. അപ്പം ഞാൻ ആ പാനിലുള്ള നമ്മളുടെ ഗ്രേവി മാറ്റിയിട്ട് ആ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഞാനൊരു സ്റ്റീൽ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റീൽ ഉരുളി ആകുമ്പോൾ നമുക്ക് ക്ഷമിച്ച് ചെയ്യണം. അപ്പോൾ തീ കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വേണം സ്റ്റീൽ ഉരുളിയാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 5 മീഡിയം സൈസ് സവോള നൈസായി അരിഞ്ഞ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള ഉപ്പ് അതൊന്ന് വാടി വരാൻ വേണ്ടി ഏകദേശം എണ്ണയിൽ കുറച്ച് അത്യാവശ്യമൊക്കെ ഉപ്പുണ്ട്. എന്നാലും ഞാൻ ഒരു നുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്ന് സവോള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് സവോള ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 2 മിനിറ്റ് ഇതുപോലെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. പെട്ടെന്ന് സവോള ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. അപ്പോൾ ഒരുപാട് നേരം വഴറ്റി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് നമുക്കിതിൻ്റെ ബ്രൗൺ കളറായി അത് ഫ്രൈ ആയി വരും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ. ഏകദേശം ഞാനൊരു 4-5 മിനിറ്റ് മീഡിയം ഫ്ലെയിം സ്ലോ ഫ്ലെയിമും ആക്കിയിട്ട് അങ്ങനെ ഞാൻ വഴറ്റി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നോക്കിയിട്ട് ചെയ്യുക. അടിക്ക് പിടിക്കാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ, സ്റ്റീൽ പാത്രങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഫൈൻ പേസ്റ്റായി അരച്ചിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നന്നായി ഫൈൻ പേസ്റ്റായിട്ട് വേണമെങ്കിലും അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റി അതിൻ്റെ പച്ച മണക്ക് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവോള അപ്പോഴേക്കും നല്ല ബ്രൗൺ കളറായി വരണം. നമുക്ക് നന്നായി വെന്ത് വരണം. അപ്പോൾ കണ്ടോ നന്നായിട്ട് ആയി വരുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ നമുക്ക് ഈ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അടിക്ക് പിടിക്കും, സാരമില്ല. നമുക്ക് ക്ഷമിച്ച് തന്നെ അത് വഴറ്റി കൊടുക്കാം. നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സവോളയും ഒക്കെ കൂടി നന്നായിട്ട് ഫ്രൈ ആയി നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഞാനൊരു 3-4 മിനിറ്റോളം ഞാൻ ഇതുപോലെ സിമ്മിലാക്കിയിട്ടും മീഡിയം ഫ്ലെയിമിലായിട്ടും ഫ്രൈ ചെയ്ത് എടുത്തതാണിത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റി നന്നായി കൊടുക്കാം. ഇനിയാണ് നമുക്ക് പൊടികൾ ചേർക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എരിവിനല്ല, കളറിന് മാത്രം. അതിൽ 3 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി അത് ഏകദേശം 1.25 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റൗവ് ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ അത് വഴറ്റിയെടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മുടെ മസാലകളെല്ലാം മൂത്ത് പാകത്തിനായി കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് മസാലപ്പൊടി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലപ്പൊടിയൊക്കെ കണ്ടോ കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ശരിക്കും നല്ല ബ്രൗൺ കളറാണിത്. നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും പിന്നെ ചേർത്തിരിക്കുന്ന മസാലപ്പൊടികളും എല്ലാം കൂടി നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പരിവം. നല്ലെണ്ണം ഫ്രൈ ആയി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം നമ്മുടെ മസാലപ്പൊടിയും എല്ലാം കൂടി. പിന്നെ ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് ചേർക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയും ആ പൊടികളും എല്ലാം കൂടി ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം കൂടി നന്നായി വെന്ത് കിട്ടും. നമുക്ക് പെട്ടെന്ന് എണ്ണ തെളിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മാത്രമല്ല കറിക്ക് നല്ല തിക്നെസ് കിട്ടും, നല്ല കൊഴുത്ത മസാല കിട്ടും. അത് കാരണമാണ് ഞാനിങ്ങനെ ചേർക്കുന്നത്.
പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗ്രേവിയിലുള്ള ഉപ്പ് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ആ ഉപ്പ് നോക്കിയിട്ട് അതിൽ ഉപ്പ് എത്രയുണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഞാൻ അതിൽ ഉപ്പ് നോക്കിയിരുന്നു. നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഈ മസാലയ്ക്കുള്ളത് വേണം, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേവി, നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്, ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്, നന്നായി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. നമുക്കിനി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കനും കൂടി ചേർത്തിട്ടാണ് ഇനി തിളയ്ക്കുന്നത്. ചിക്കൻ വേവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി ഫ്രൈ ആയിട്ടുമുണ്ട്, വെന്തിട്ടുമുണ്ട്. വെന്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വെന്തതാണ്. പക്ഷേ അതിലേക്ക് ഈ മസാലകളെല്ലാം ചേർന്ന് പിടിച്ച് വരണം, അതിന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ ഫുള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെ വരട്ടിയെടുക്കണം കേട്ടോ. ചിക്കൻ ഉടഞ്ഞു പോകുമൊന്നുമില്ല, കാരണം ഫ്രൈ ആയതുകൊണ്ട് ചിക്കൻ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ചിക്കൻ ഉടയില്ല. നമുക്ക് നന്നായിട്ട് സ്റ്റൗ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തന്നെ നമുക്കിത് വരട്ടിയെടുക്കണം. വരട്ടിയെടുക്കുക പറയുമ്പോൾ നമുക്ക് തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ കിട്ടുക. ഒരുപാട് വറ്റിച്ച് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല, നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്ക് എപ്പോഴും മാഞ്ഞാലി ബിരിയാണിയുടെ കൂടെ കിട്ടുക. ഇപ്പോൾ കണ്ടോ, കറിയുടെ കളർ തന്നെ മാറി. അപ്പോൾ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്, ഡാർക്ക് കളറിൽ. അത് നന്നായി തിക്കായിട്ടുണ്ട്. ഇപ്പോൾ കുറുകി വന്നിട്ട് ഇനി നമ്മളുണ്ടല്ലോ സ്റ്റൗ ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി കുറുകും. ചൂടാറുന്തോറും ഇത് കുറുകി വരും. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടിയും ചൂടാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കൊടുക്കാം. ഇപ്പം നമ്മളുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീൽ, കുറച്ച് കട്ടിയുള്ള പാത്രം തന്നെ വേണം കേട്ടോ, അടികട്ടിയുള്ള പാത്രം എടുക്കണം. അപ്പം ഞാൻ എടുത്തത് സ്റ്റീൽ പാത്രം, നല്ല അടികട്ടിയുള്ള പാത്രമാണ്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഏകദേശം 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ മസാലകളെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത മസാലകളൊക്കെ തന്നെയാണ്. ഏകദേശം 1 ഇഞ്ച് നീളത്തിലുള്ള 2 പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ 4-5 ഗ്രാമ്പൂ, പിന്നെ ഒരു ഫുൾ ജാതിപത്രി. പിന്നെ എന്താ വേണ്ടത്, നമുക്ക് സ്റ്റാർ എന്നീസാണ് വേണ്ടത്, അതായത് തക്കോലം വലുതാണെങ്കിൽ 1 എടുത്താൽ മതി, ചെറുതായതുകൊണ്ട് 2 ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത്, പിന്നെ പെരിഞ്ചീരകം 1.5 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി എരിഞ്ഞത്, ഒരു പിടി ക്യാരറ്റ് പൊടിയായി എരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ഒന്നും ആവേണ്ട, അതിൽ ഏകദേശം 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിൻ്റെ ഒരു മണമെല്ലാം മാറിയാൽ മതി, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ അതിൽ കിടന്ന് കുക്കായിക്കോളും. ഇപ്പം നമുക്ക് ഈ സമയത്ത് നന്നായി മൂത്ത് വന്ന സമയത്ത് നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ എപ്പോഴും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അരിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കേണ്ടി വരും എന്തായാലും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ, എന്നാലാണ് അരിക്ക് കറക്റ്റ് പാകാവുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. വിനീഗറിന് പകരം ഞാൻ പറയാറുണ്ട് എപ്പോഴും 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി തിളച്ച് വന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പൈനാപ്പിൾ പീസസ്, ഒരു പിടി പൈനാപ്പിൾ പീസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിൾ എസൻസ് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വെള്ളമെല്ലാം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരി ചേർത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം 1/2 മണിക്കൂർ നേരം കുതിർത്തി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ജീരകശാല റൈസാണ് ചേർത്തിരിക്കുന്നത്. ഇത് ബിരിയാണി റൈസിൽ, ബസ്മതി റൈസിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അവിടെ ജീര റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജീര റൈസിൽ തന്നെ ഈ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിൻ്റെ വെള്ളം ഏകദേശം ഒന്ന് വറ്റി പരുവാവുന്ന സമയം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് കണ്ട് ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല, പുതിന ഇല അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ, അതായത് നമ്മൾ ദം ചെയ്തെടുക്കണം. റൈസ് മാത്രം തനിയെ ദം ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ. ഇപ്പോൾ നമ്മളുടെ റൈസൊക്കെ ഏകദേശമായി. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക്
കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു ചെറിയ കളറിന്. അത് ഞാൻ ചേർക്കുന്നുണ്ട്, പക്ഷേ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പിസ്ത ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, പിന്നെ സവോള, അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി ഞാൻ അടച്ച് ദമ്മ് ചെയ്യാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതിന് ശേഷം. പക്ഷേ അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളും കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സൈഡ് കൂടെ ഒന്ന് കൊടുത്താൽ മതി. നമുക്കൊരു ചെറിയ കളർ അവിടെയും ഇവിടെയും കിട്ടും, മഞ്ഞ കളർ. ഇപ്പം ഞാൻ സെല്ലോ ടേപ്പ് വെച്ചാണ് സാധാരണ നമ്മൾ പിന്നെ മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ഒക്കെ നന്നായി മിക്സ് ചെയ്തിട്ടല്ലേ ചേർക്കുക. അപ്പോൾ ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ചേർത്ത് ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെ നിന്നും നമുക്ക് ഒട്ടും തന്നെ അതിൻ്റെ ഉള്ളിലുള്ള എയർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഏറ്റവും ചെറിയ തീയിൽ വേണം കേട്ടോ വെക്കാൻ. വലിയ ബർണറിൽ ഒരിക്കലും വെക്കരുത്, മീഡിയം ബർണറിൽ ഏറ്റവും ചെറിയ തീയിൽ 5 മിനിറ്റ് നേരം നമ്മൾ ദം ചെയ്ത് വെക്കുക. അതിനുശേഷം 10 മിനിറ്റ് നേരം അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം തുറക്കുക കേട്ടോ. അപ്പോഴാണ് ആ കറക്റ്റ് സ്മെല്ല് അതിലിരിക്കുള്ളൂ. ഇപ്പം നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ബിരിയാണി തുറക്കുകയാണ്. വളരെ സ്മെല്ല്, എന്തൊരു സ്മെല്ലറിയോ, സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഈ ബിരിയാണിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ 5 തൊട്ട് 7 മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് വെക്കാം. ഇപ്പോൾ കുറച്ച് എമൗണ്ട് ആയതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. കൂടുതൽ എമൗണ്ട് റൈസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം കൂട്ടി ദം ചെയ്യേണ്ടി വരും. ഇപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കണ്ടോ, ഗ്രേവി എല്ലാം ഒന്നും കൂടി കുറുകി പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ഗ്രേവി ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ സെർവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള വിഭവങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.